ഇന്നലെ ഉയർന്ന വോട്ടുമറിക്കൽ ആരോപണം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. കുടിയേറ്റ മേഖലകളിലടക്കം മുന്നേറ്റം ഉണ്ടാകുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ആരംഭിച്ചതിന് പിന്നാലെ ജനം ടിവിയോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. കാണാം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ക്രമാതീതമായിട്ട് BJPയുടെ ഒരു വോട്ട് ഷെയറും അതേപോലെ തന്നെ വോട്ടിൻ്റെ എണ്ണവും കൃത്യമായി വർദ്ധിപ്പിച്ച് വരുന്നൊരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുമ്പേ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും കൃത്യമായിട്ട് BJP നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ കൃത്യമായിട്ട് അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഈ വോട്ടെണ്ണലിൻ്റെ തലേദിവസം ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതായത് BJP ഇവിടെ വോട്ട് മറിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്തായാലും BJPയുടെ സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം തന്നെ ചേരുകയാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നമ്മളോട് ഒപ്പം ചേരുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ചു. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? അതുപോലെ തന്നെ ഈ BJP ഇവിടെ വോട്ട് മറിച്ചു എന്നൊരു ആരോപണം ചില മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. എന്താണ് ഈ സമയത്ത് പ്രതികരിക്കാനുള്ളത്? വോട്ട് മറിച്ചു എന്നുള്ള ആരോപണം അത് വെറുതെ കെട്ടുകഥകളാണ്. അങ്ങനൊരു ഇതുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ കുടിയേറ്റ മേഖലയിൽ വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. നമ്മളുടെ ഈ മുന്നേറ്റം കണ്ട് അവർ വളരെ സംഘടിതമായി ആസൂത്രിതമായി UDFും LDFും അത് മറിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുന്നേറ്റം തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അതാണ് ഞാൻ പറഞ്ഞത്. അത് അവർ കാര്യമായിട്ട് അവരുടെ MLA-മാർ 139 MLA-മാരുണ്ട്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്, കോർപ്പറേഷൻ ചെയർമാൻമാർ, കൗൺസിലർ എല്ലാവരും ഉണ്ട്, കോർപ്പറേഷൻ മേയർമാരെല്ലാം ഉൾപ്പെടെ എല്ലാം ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അവർ മറിക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കാലകാലങ്ങളായിട്ട് ഇടത് വലത് മുന്നണികൾ ഇവിടെ മാറി മാറി ജയിക്കുന്നുണ്ട്. എന്തായാലും ഈ നിലമ്പൂരിൽ അതിൻ്റേതായിട്ടൊരു വികസനം ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന അധ്യക്ഷനും അതേപോലെ തന്നെ BJP മുന്നോട്ട് വെച്ചൊരു അജണ്ട എന്ന് പറഞ്ഞാൽ വികസിത നിലമ്പൂരാണ്. ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണോ ഇവിടെ നമ്മൾ നടത്തിയിരുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ ആ വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് നീങ്ങിയതും പ്രചരണം നയിച്ചതും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെന്ന് പ്രവർത്തകരെ കണ്ടതും ആളുകളെ കണ്ടതും. ആ ഒരു മുദ്രാവാക്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്. വികസിത ഭാരതം എന്ന മുദ്രാവാക്യമാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ മുദ്രാവാക്യം. നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ്. അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യം രാജീവ് ചന്ദ്രശേഖർ ഉയർത്തി. അതേപോലെ തന്നെ വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യമാണ് നിലമ്പൂരിൽ ഞങ്ങൾ ഉയർത്തിയത്. ആ ഒരു മുദ്രാവാക്യത്തിന് അനുകൂലമായി അനുസരണമായി രാജീവ് ചന്ദ്രശേഖർജിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ, നിലമ്പൂരിലെ ബൈപ്പാസ്, ഊട്ടി കോഴിക്കോട് 4 വരി പാത, ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ സമഗ്രമായൊരു പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന് പ്രതിഫലനം കാണും. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി നിലമ്പൂരിൽ അതിശക്തമായ അടിവേരുകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ട കൃത്യമായിട്ടുള്ളൊരു മുന്നേറ്റം വോട്ടിങ്ങിലും അതേപോലെ തന്നെ ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിലൊക്കെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. ആ ഒരു മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പിലും ഇവിടെ ഉണ്ടാവുമോ? നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണ്. എന്നാൽ പോലും നമ്മൾ വളരെ ശക്തമായത് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ കുടിയേറ്റ മേഖലയിൽ മലയോര കർഷകരുടേക്ക് പട്ടാളക്കാരുടേക്ക് അവർക്കെല്ലാം ഇടയിൽ നരേന്ദ്രമോദിജിയുടെ നയപരിപാടികൾ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ പ്രചരണ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ ഒരുപാട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ കടന്നു വരികയാണ്. ഇത് കണ്ട് വിരളി പൂണ്ട ഇടതുപക്ഷവും വലതുപക്ഷവും നമുക്കെതിരെ ആരോപണങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയോടെ ശക്തിപ്പെടും, കേരളത്തിൽ ശക്തിപ്പെടും. അനധിവിദൂര ഭാവിയിൽ കേരളത്തിൻ്റെ ഭരണം നമ്മുടെ കയ്യിലെത്തും. അതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. എന്തായാലും തീർച്ചയായിട്ടും ചില മാധ്യമങ്ങളടക്കം പടച്ചുവിട്ടിട്ടുള്ള ഒരു ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തന്നെയാണ് BJP സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ കേരളത്തിലെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഭരണത്തിലേക്ക് എത്തും. അതേപോലെ തന്നെ നിലമ്പൂരിൽ അതിശക്തമായിട്ടുള്ളൊരു സാന്നിധ്യമായി BJP ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി മാറുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നിലമ്പൂരിൽ നിന്നും സാനു കെ സജീവ്, ജനം.